നമുക്കിന്ന് കുറച്ച് കണവ മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇതിനെ കണവയെന്നാണ് പറയുന്നത്. വേറുള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയണമെന്ന് അറിയില്ല. ചിലയിടത്ത് കൂന്തലെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തോരൻ വയ്ക്കാം. ആദ്യം ഇതിനെ നമ്മൾ വൃത്തിയാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ടിടാം. കണവ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചേർക്കാവുന്ന ചേരുവകൾ: തേങ്ങ 1 മുറി, സവാള 2 എണ്ണം, ഉപ്പ്, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എണ്ണ, പൂണ്ട്, ഇത് കടുക് വറുക്കാൻ വേണ്ടി കടുകും കറിവേപ്പിലയും. അപ്പോൾ നമുക്ക് കണവത്തോരൻ ഉണ്ടാക്കാം. നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ, കടുകും കറിവേപ്പിലയും, കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇനി ഇതിലോട്ട് കണവ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ തൊലി കളഞ്ഞ്, കണവയിൽ ചെറിയൊരു പാട ഉണ്ടാവും, അതിനെ നമ്മൾ എടുത്ത് കളയണം. അതിനെ എടുത്ത് കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വൃത്തിയാക്കിയതാണ്. ഇനി കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കണവ വെന്ത് വരുമ്പോൾ ഇതിനകത്ത് വെള്ളം ഊറി വരുന്നതാണ്. ഇതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതാണ്. ഇനി നമുക്ക് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ടുള്ള കൂട്ട് റെഡിയാക്കാം. തേങ്ങ, ആവശ്യത്തിന് മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എരി അനുസരിച്ച് നിങ്ങൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, ചെറുജീരകമാണ്, ഞാൻ വറുത്ത് പൊടിച്ച് വച്ചിരിക്കാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി 5-6 കഷ്ണം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുക്കണം. കുറച്ചുപ്പ്. ഇനി നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിതിനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇത് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. നമ്മളിത് വറ്റിച്ചെടുക്കാറാണ് പതിവ്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കൂട്ട് നമ്മളിതിലോട്ട് അരപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റണം. തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം.